ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ വേനൽക്കാലത്ത് നനയ്ക്കലും മറ്റുമായിട്ട് പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കാലാവസ്ഥ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഡെയിലി നമ്മുടെ പാലക്കാടിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് ന്യൂസിൽ കൂടി അറിയുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന് ഫോഴ്സൊക്കെ ഒത്തിരി കുറവാണ്. ഏറ്റവും മുകളിലേക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഫോഴ്സ് കുറവാണ്. പിന്നെ ഞാൻ കൃഷിഭവനിൽ ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നു. നമുക്ക് കൃഷി ആവശ്യത്തിനും മറ്റുമായി ഫ്രീ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വൈദ്യുതി ഫ്രീ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്തു. കാരണം അവരെൻ്റെ കൃഷിയിടത്തിൽ വന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു കുന്നുപോലെയാണ്. അപ്പോൾ കുറച്ച് ഭാഗം റബ്ബർ നിൽക്കേണ്ട, ഒരു 4 ലൈൻ മാത്രമേ ഞങ്ങൾക്ക് റബ്ബറുള്ളൂ. അത് കഴിഞ്ഞ് മുകളിലേക്കാണ് ഞാൻ തെങ്ങ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവർ ആ കയറ്റമായതുകൊണ്ട് 2 സ്റ്റെപ്പ് കയറിയിട്ട് പറഞ്ഞു, അയ്യോ ഈ തെങ്ങൊക്കെ അല്ലേ, ഞങ്ങൾ ഒന്ന് നോക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുക, റബ്ബറും കൂടി മുറിച്ചിട്ട് അവിടെയും കൂടി തെങ്ങ് വെക്ക്, എന്നാൽ ഞങ്ങൾ വൈദ്യുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവരൊന്ന് വന്ന് നോക്കാനോ, എത്രത്തോളം തെങ്ങും തൈ അവിടെ ഉണ്ട്, എത്രത്തോളം തെങ്ങുണ്ട്, ഇതൊന്ന് വന്ന് നോക്കാനോ, സ്പോട്ടിൽ വന്ന് നോക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. അവർ വന്ന് കയറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കയറിയപ്പോഴത്തേനും അവർക്ക് മടുത്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച്, അതുപോലെ എന്നെ പോലെയുള്ള ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഈ വേനൽക്കാലത്ത് നമുക്ക് നനയ്ക്കണം. ഈ 3-4 മാസം നന്നായിട്ട് നനയ്ക്കണം. നനച്ചാലാണ് ആ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കൃഷി ഞങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ വേനൽക്കാലം കഴിഞ്ഞ് ആ സമയത്ത് നനയ്ക്കാൻ പറ്റുന്നില്ല, കൃഷിയൊക്കെ നശിച്ചു പോയി, വീണ്ടും മഴക്കാലത്ത് മാത്രം വയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് നനയ്ക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമുക്ക് ഈ ഒരു സമയത്താണ് നമുക്ക് ഈ വെള്ളം കൃഷി ആവശ്യത്തിനായിട്ട് നനയ്ക്കാനൊക്കെ ആയിട്ട് കൂടുതൽ ആവശ്യം. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ തൈകളായിരിക്കുമ്പോൾ നമുക്ക് നനച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരണം. ആ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേ പരിപാലനവും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് നനയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് നനയ്ക്കാൻ കിട്ടാതെ അത് കഴിഞ്ഞ് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ തെങ്ങായാൽ മാത്രമേ നമുക്ക് തരുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനവും നമ്മുടെ കേരളത്തിൽ ഈ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഈ പറമ്പിൽ അതുപോലെ വെച്ചുണ്ടാക്കി. അതിനിടയിൽ കൊക്കോയുണ്ട്, ബഡ് തൈകളുണ്ട്, പിന്നെ വാഴയുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ വാഴയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം കറണ്ട് ബില്ലൊക്കെ ഒരു മാസം വരുന്നത്, സാധാരണ ഒരു വീട്ടിൽ തന്നെ നമുക്ക് വേനൽക്കാലത്ത് അറിയാം എത്രത്തോളമാണ് വരുന്നതെന്നുള്ളത് അറിയാം. അപ്പം ഈ ഇതും നനയും കാര്യങ്ങളെല്ലാം കൂടി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് 2,000-2,500 ബില്ലാണ് വരുന്നത്. ഈ 2,500 മാസം ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ കൃഷിയിൽ വേറെ നമുക്ക് പരിപാലനത്തിനായിട്ട് വേറെ പൈസ ഇറക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇറക്കി കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ നനച്ചിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരുന്ന സമയം വരെ നമുക്ക് ഇതിൽ നിന്നൊരു ആദായവും ഇല്ല. പക്ഷേ ഇത് ആദായം എത്തണ വരെയും നമുക്ക് നന്നായി പരിപാലിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ആവശ്യം നമുക്ക് കിട്ടേണ്ടത്, അതായത് നമുക്ക് സ്ഥലമുണ്ട്, ആ സ്ഥലത്തിനനുസരിച്ചുള്ള തൈകളുണ്ട്, തെങ്ങും തൈകളും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടാതിരുന്നിട്ട് പിന്നെ നമുക്ക് എന്താ കാര്യം? അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ തോന്നി. കൃഷിഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രദേശത്തുള്ള കൃഷിക്കാവശ്യമായ ആ കർഷകൻ്റെ ആവശ്യങ്ങൾ അത് അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് കൊടുക്കുക എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷിഭവൻ നിലനിൽക്കുന്നത് തന്നെ. പക്ഷേ ആ ഒരു ആവശ്യം അത് അർഹതയുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് സങ്കടവും വിഷമവും തോന്നിയത്. കാരണം ഞാൻ അതിൻ്റെ പുറകെ നടന്നത് എനിക്ക് എത്രത്തോളം ആണെന്നറിയാം. ഞാൻ അതിനിടെ സ്കൂൾ പോക്ക് കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ഓടി നമ്മൾ അതിൻ്റെ ആവശ്യത്തിനായി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ ശരിയാക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് കിട്ടിയാൽ അതൊരു സന്തോഷമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ കൃഷി എന്ന് പറയുന്ന കാര്യം, നമ്മൾ തൈകൾ നട്ട് നമ്മുടെ തൈകൾ ഒരുവിധം ആവുന്ന വരെ നമുക്ക് നന്നായി നനയ്ക്കണം. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നന്നായി നനയ്ക്കണം. നന്നായി നനച്ച് കഴിഞ്ഞ് അത് വളർത്തിക്കൊണ്ടുവന്ന് വരുന്നത് വരെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടിലെ വെള്ളം എന്നതൊരു പ്രധാന ആവശ്യമാണ്.
വളം വേണം, എന്നിരുന്നാലും വെള്ളം എന്നത് പ്രധാന ആവശ്യമാണ്. ഞങ്ങളുടെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ പോലെ കിടക്കുന്ന മണ്ണാണ്. ഈ പാറ പോലെ കിടക്കുന്ന മണ്ണിൽ ആ നനയ്ക്കുന്ന ഭാഗം മാത്രം നനവുണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ളവിടെ ഒന്നും നനവുണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരു ദിവസം ഇപ്പോഴത്തെ ചൂടിൽ ഒരു ദിവസം നനയ്ക്കാതിരിക്കുമ്പോഴത്തേനും അത് കരിഞ്ഞു പോവുകയാണ്, ഇലയെല്ലാം കരിഞ്ഞു ഇതായി പോവുകയാണ്. അപ്പോൾ കിട്ടുന്നത് വരെ ഞാൻ ഇതിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ.